അതുകൊണ്ടല്ലേ എല്ലാവരും അവളെ തലയിലെടുത്ത് പുന്നാരിക്കുന്നേ, ദൈവത്തെ പോലെ പൂജിക്കുന്നേ. ഇനി പാരതി കൂടി ഒഴിയായിരിക്കും. നല്ല കാര്യം ചെയ്താ എല്ലാവരും പുകഴ്ത്തുകയല്ലേ ഉള്ളൂ. അവളെ അനുമോദിക്കുന്നത് എനിക്കിഷ്ടല്ല. അവൾ എന്നും വഴക്ക് കേൾക്കണം, അപമാനിക്കപ്പെടണം, ഏങ്ങി ഏങ്ങി കരഞ്ഞോണ്ടിരിക്കണം. അങ്ങനെയൊന്നും പറയില്ലേ ആന്റി, പാവല്ലേ. അവള് പാവാണെന്നോ? അവള് നമുക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? അവളെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജന? അവളും അവളുടെ അമ്മായി സന്തോഷിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കണം. അമ്മയും ഏട്ടത്തിയെ സന്തോഷായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കെന്താ അതിൽ നഷ്ടം? നീ എന്താടി പറയുന്നേ? എന്താടി പറയുന്നേ? എപ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന നീ ഇപ്പൊ വസുവിനാണോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ? എന്താടി എന്താ നിന്റെ കഴുത്തൊളിക്കോടി? നീ എന്തിനാ ആംഗ്യം കാണിക്കുന്നേ? അയ്യോ, എന്താടി പറ്റിയത്? എന്താ നിന്റെ ബുദ്ധി ഇല്ലണ്ടായോടി? എന്നെ പറഞ്ഞാ മതിയല്ലോ. അതൊന്നും വേണ്ട ആന്റി. വസുവേട്ടത്തെ കുറിച്ച് മോശമായിട്ടൊന്നും പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്താ നീ ഇപ്പൊ അവളുടെ കൂടെ കൂടിയോടി? അവളുടെ കാല് കഴുകി ആ വെള്ളം നിന്റെ തലയിൽ ഒഴിക്കണമെന്നാണോ ആഗ്രഹം? അവളുടെ അടിമയായിട്ട് സേവ ചെയ്യണമെന്നാണോ നിന്റെ ഇഷ്ടം? അങ്ങനെയൊന്നും അല്ല ആന്റി. നീ കണ്ടോടി, പാലും തേനുമായിരിക്കുന്ന നിന്റെ അമ്മായിയെയും വസുവിനെയും വീണ്ടും തീ എണ്ണയാക്കി മാറ്റും ഞാൻ. രണ്ടുപേർക്കിടയിൽ വഴക്കുണ്ടാക്കി അവരെ പിരിക്കും. രണ്ടുപേരും തമ്മിൽ തല്ലി ചത്തില്ലാന്നുണ്ടെങ്കിൽ എന്റെ പേര് സുമംഗലി നല്ലടി. എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോവാ. നിന്നടി കാർത്തികേ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. ഇവക്കെന്താ പറ്റിയേ? ഇനി ഇവളും അവരുടെ കൂടെ ചേർന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്ത? ആഹാ, എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. ഏട്ടത്തെയും വസുവിനെയും തമ്മിൽ അകറ്റി ഇവിടെ വീണ്ടും വഴക്കുണ്ടാക്കി ഈ വീട് രണ്ടാക്കും. ചെയ്തിരിക്കും. അമ്മൂമ്മ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല അമ്മ. അതിനെപ്പോഴാ അവര് നല്ല കാര്യം ചെയ്തത്? എന്തു ചുണ്ണി, നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? എന്നെ ഒന്നും പറഞ്ഞില്ല അമ്മ. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഇഷ്ടമല്ല. കാർത്തിക ചെറിയമ്മയോട് അമ്മയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ പറയരുതെന്ന് ചെറിയമ്മ പറഞ്ഞിട്ടും അമ്മൂമ്മ കേൾക്കുന്നില്ല. അവര് പറയുന്നതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട ഉണ്ണി. അതല്ല വല്യമ്മ, അമ്മൂമ്മ പറയുന്നതൊക്കെ കേൾക്കുമ്പോ എനിക്ക് വല്ലാതെ പേടിയാകുന്നു. അമ്മയോട് മുത്തശ്ശി നന്നായിട്ട് പെരുമാറുന്നത് അമ്മൂമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നതേയില്ല. എങ്ങനെയെങ്കിലും അമ്മയും മുത്തശ്ശിയും തമ്മിലടുപ്പിച്ച് പിരിക്കാനാ നോക്കുന്നത്. ഞാൻ എന്ത് തെറ്റ ചെയ്ത ചേച്ചി? എന്തിനാ ഇളയമ്മ എന്നോട് ഇത്രയധികം വെറുപ്പ് കാണിക്കുന്നേ? അവരുടെ സ്വഭാവം അങ്ങനെയാണ് വസു. അവരുടെ കൺമുന്നിൽ ആരെങ്കിലും സന്തോഷായിട്ടിരുന്ന അവർക്കത് പിടിക്കില്ല. ഞാൻ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്കും അമ്മയ്ക്കും ഇടയിൽ നന്നായിട്ട് വഴക്കുണ്ടാക്കാൻ അവർ ഒരുപാട് തവണ ശ്രമിച്ചതാ. എന്നെ കുറിച്ച് അമ്മയോട് വേണ്ടത്ത കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അമ്മ അന്ന് അവര് പറഞ്ഞതൊന്നും കേൾക്കാൻ നിന്നില്ല. ഈ ഇടയായിട്ട് അമ്മ എന്നോട് സ്നേഹത്തോടെ പെരുമാറി തുടങ്ങി. എന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇളയമ്മ ആ സന്തോഷം നശിപ്പിക്കുമോ എന്തോ? അമ്മൂമ്മയ്ക്ക് അതിനുള്ള ചാൻസ് നമ്മൾ കൊടുക്കാനേ പാടില്ലമ്മ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മുതിർന്നവരാ ഉണ്ണി, അവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉണ്ണി പറഞ്ഞത് കറക്റ്റാണ് വസു. ഇളയമ്മയ്ക്ക് ശരിക്കും വാണിംഗ് കൊടുക്കണം, എന്നാലേ അവര് മനസ്സിലാക്കൂ. വേണ്ട ചേച്ചി, ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം കൊടുക്കും. അങ്ങനെ വെറുതെ വിടാൻ പാടില്ലമ്മ. ഇതിനു മുന്നേ അമ്മയോട് ആരെങ്കിലും ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ അമ്മ അവരെ വെറുതെ വിടുമായിരുന്നോ? ആരായിരുന്നാലും പണിഷ്മെന്റ് കൊടുക്കുമായിരുന്നല്ലോ. അമ്മൂമ്മയ്ക്ക് ഒരു നല്ല പണിഷ്മെന്റ് തന്നെ കൊടുക്കണം. എന്ത് ചെയ്യാന്ന് നീ തന്നെ പറയൂണ്ണി. എന്നെക്കാളും നന്നായിട്ട് അത് അമ്മ തന്നെ പറയും വല്യമ്മ. പറയമ്മ. ഒരു കാര്യം ചെയ്യാം.
പ്ലാൻ അമ്മേ. കൊള്ളാം വച്ചു. വാ, ഇളയമേ ഒരു പാഠം പഠിപ്പിക്കാം. എങ്ങനെയെങ്കിലും ആ വസുവിന്റെ കാര്യത്തെ തീർപ്പാക്കണം. ഏട്ടത്തെയും വസുവിനെയും തമ്മിൽ അകറ്റിയേ പറ്റൂ. വസു, നീ ചെല്ല്. ഇളയമേ, എന്താടി? ഇളയമയ്ക്ക് കോഫിയോ ടീയോ എന്തെങ്കിലും വേണോ? നേരത്തെ നീ കാളിയെ പോലെ ആയിരുന്നല്ലോ, ഇപ്പെന്താ പാവത്തെ പോലെ നിൽക്കുന്ന? ഒന്ന് ഒറ്റത് സംസാരിക്കേ. എന്തു പറ്റി നിനക്ക്? അമ്മൂമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? അമ്മ ഇത്രയും ഉറക്കെ സംസാരിച്ചിട്ടും അമ്മൂമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഉറക്കെ സംസാരിച്ചു ഒന്നോ? എപ്പോ? അതേന്ന്. എന്താ ഇത്? അതേടാ, നീ പറയുന്ന എനിക്ക് കേൾക്കുന്നുണ്ട്, അവള് പറയുന്നൊന്നും കേൾക്കുന്നില്ലടാ. അത് നിനക്കെന്താടാ പറ്റിയത്? നീ ഒന്ന് ഉറക്കെ സംസാരിക്കടാ. ഇപ്പൊ നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലുണ്ണി. ഇളയമയ്ക്ക് ജ്യൂസ് വേണോ അതോ കരിമ്പിൻ നീര് വേണോന്ന് ഉണ്ണി ചോദിക്കുന്നതാ ഇളയമേ. ഇതെന്താ? നീ സംസാരിക്കുമ്പോ എനിക്ക് ഭാവനയുടെ ശബ്ദം പോലെയാ കേക്കുന്നേ. എന്നെ വിളിച്ചോ ഇളയമേ? ഇപ്പൊ നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ നിന്റെ ശബ്ദം എങ്ങനെയാ ഇവളുടെ വായിന്ന് കേക്കുന്നേ? അമ്മൂമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്? അമ്മൂമ്മയുടെ ചെവിക്കുണ്ടല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ എന്തിനാ ഉണ്ണിയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നേ? എന്താ അമ്മൂമ്മ ഇത്? വല്യമ്മ എങ്ങനെ എന്നെ പോലെ സംസാരിക്കുന്നേ? ഇളയമ്മ എന്തൊക്കെയാ പറയുന്നേ? ഒരാളുടെ ശബ്ദം മറ്റൊരാളുടെ ശബ്ദം പോലെ എങ്ങനെയാ കേൾക്കുന്നേ? കണ്ടില്ലേ, നീ സംസാരിക്കുമ്പോ ഭാവനയുടെ ശബ്ദം പോലെ കേൾക്കുന്നേ. ഇതെന്ത് പറ്റി നിങ്ങളുടെയൊക്കെ ശബ്ദം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നേ? അയ്യോ, എനിക്ക് ചെവി കേൾക്കാൻ പറ്റുന്നില്ലേ? 3 പേര് സംസാരിച്ചിട്ട് ഇളയമയ്ക്ക് അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ നീ പറയുന്ന കേൾക്കാം. വീണ്ടും കേൾക്കാതായല്ലോ. അമ്മൂമ്മയുടെ ചെവിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലടാ. കറണ്ട് വന്നു പോകുന്നത് പോലെ നിങ്ങളുടെ ശബ്ദം കേൾക്കാനും പറ്റുന്നില്ല, കേൾക്കുന്നുണ്ട്. ചേച്ചി, ഇത് അത് തന്നെയാ. ഏത്? അതേ വസു. എന്ത് വച്ചു? എന്താ അത്? ഇത് അത് എന്താ കാര്യം പറ. ഉറപ്പല്ലേ വല്യമ്മ? എന്താടാ കൺഫേം? ചേച്ചി നേരത്തെ പറഞ്ഞില്ല അത്. ഇത് അതെന്ന് പറഞ്ഞാ എന്ത്? സോറി ഇളയമ്മേ. എന്തിനാണ് ഈ സോറി പറയുന്നേ? അമ്മൂമ്മയെ കാണുമ്പോ എനിക്ക് വല്ലാതെ പാവം തോന്നുന്നുണ്ട്. അതെന്താ അങ്ങനെ തോന്നേ? എന്താടാ തോന്നേ? പറ. ഈ പ്രായത്തിലെ ഇളയമ്മയ്ക്ക് വരാൻ പാടില്ലാത്ത അസുഖം ഇത്.
ഇപ്പൊ എന്റെ ചെവി നന്നായിട്ട് കേൾക്കുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. അയ്യോ, എനിക്ക് ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ. അയ്യോ, നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഒച്ചത്ത് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അയ്യോ, അയ്യോ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേ. അയ്യോ, 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 എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേ. അയ്യോ, അയ്യോ. അമ്മൂമ്മയ്ക്ക് നല്ല പണിഷ്മെന്റ് തന്നെ അമ്മ കൊടുത്തത്. ഇളയമ്മ ഇപ്പൊ ഒരു വല്ലാത്ത പ്രശ്നത്തിലാ. ഇനി നിന്റെ വഴിയിൽ വരും തോന്നില്ല. ഇളയമ്മ ഇന്നിനി എന്തൊക്കെ കാണിച്ചു കിട്ടോ എന്തോ, ആരൊക്കെ എന്തൊക്കെ പറയോ എന്തോ. നോക്ക് സുമംഗലേ, കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഇപ്പൊ ഏട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? പക്ഷെ ഏട്ടൻ പുസ്തകം വായിക്കാണല്ലോ. എന്തോ വിളിച്ചില്ലെങ്കിലും വിളിച്ചതുപോലെ തോന്നുന്നേ. പെണ്ണെ സുമംഗലേ, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. വീണ്ടും മൈൻഡ് വോയിസ്. എന്താ ഇത്? ഏട്ട സംസാരിക്കാതെ തന്നെ ഏട്ടന്റെ ശബ്ദം എന്താ കേൾക്കുന്നേ? എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. കേട്ടില്ലേ സുമംഗലേ, കുറച്ച് വെള്ളം വേണോന്ന്. ഇല്ല, ഏട്ടൻ എന്നെ വിളിച്ചിട്ടില്ല. വിളിച്ച പോലെ എനിക്ക് തോന്നിയതാ. ഏട്ടൻ സമാധാനത്തോടെ ഇരുന്ന് ബുക്ക് വായിച്ചോണ്ടിരിക്കുക. ഏട്ടത്തി, ഏട്ടൻ വിളിച്ചിട്ടും ഏട്ടത്തി എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? ഏട്ടൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു ഏട്ടത്തി. എന്താ ഏട്ടൻ വിളിച്ചത് കേട്ടില്ലായിരുന്നോ? വിളിച്ചതുപോലെ തോന്നിയത്. കേട്ട പോലെ തോന്നിയെന്നോ? ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയോ? പക്ഷെ ഏട്ടൻ മിണ്ടാതിരുന്ന പുസ്തകം വായിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? പുസ്തകം വായിക്കുന്നതിനിടെ തന്നെയാ പറഞ്ഞത് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ. എന്താ ഇത്? മൊത്തത്തിലൊരു പ്രശ്നമാണല്ലോ. ഏട്ടത്തി എവിടേക്കാ പോകുന്നേ? ഇത് എനിക്കല്ല, ഏട്ടന് കൊടുക്ക്. അയ്യോ, ഏട്ടനായിരുന്നോ? ഏട്ടത്തി, എന്താ ഇത്? വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ മോരും കൊണ്ട് വന്നിരിക്കുന്നു. മോരല്ല, വെള്ളായിരുന്നോ ചോദിച്ചത്? എന്താ നിനക്ക് ചെവി ശരിക്ക് കേൾക്കുന്നില്ലേ? നീ എന്താ ആലോചിച്ച് നടക്കുക? ഭക്ഷണമോ? ഞാൻ കഴിച്ചേട്ടാ. ചെവി കേൾക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോ കഴിക്കുന്ന കാര്യമാണോ പറയുന്നേ? എന്താ ചെവി കേൾക്കുന്നില്ലേ? എന്താ ഏട്ടത്തിക്ക് ചെവി കേൾക്കുന്നില്ലെന്നോ? ചെവി കേൾക്കാത്തത് ജയന്തിക്കല്ല, നിനക്കാ. നിന്നെ 3 തവണ വിളിച്ചു, കേട്ടില്ല. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ മോര് കൊണ്ടുവരുന്നു. വയസ്സ് ഇത്രയൊക്കെ ആയിട്ടും ബുദ്ധി വളർന്നില്ലല്ലേ? എന്താ പറ്റിയത് നിനക്ക്? എന്താ ഒരുമാതിരി ഭ്രാന്ത് കാണിക്കുന്നേ? എന്താ നീ സ്വപ്നം കണ്ട പോലെ നടക്കുന്നത്? എന്തു പറ്റിയേട്ടാ? ഏട്ടൻ എന്തിനെങ്ങനെ ആംഗ്യം കാണിച്ചോണ്ടിരിക്കുന്നേ? ഒന്ന് ഉച്ചത്തിൽ സംസാരിക്കേ.
എന്താ ഏട്ടത്തി ഇത്? നിങ്ങളുടെ ഏട്ടൻ കാതു പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഏട്ടൻ ശബ്ദം ഉണ്ടാക്കിയാണോ സംസാരിച്ചേ? പക്ഷേ ഞാൻ ചെറുതായിട്ടാണല്ലോ കേട്ടത്. ശരിക്കും നിനക്ക് ചെവി കേൾക്കാതായോ? അഖിലിനെ വിളിച്ചോണ്ട് ആശുപത്രി പോകാൻ നോക്ക്. അഖിൽ ഹോസ്പിറ്റലിലാണെന്നോ? അവൻ എന്താ പറ്റിയത്? ഏട്ടത്തിക്ക് എന്താ ഈ പറ്റിയത്? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ ചെവി കേൾക്കാതായോ അതോ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ സുമംഗലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഏട്ടാ. വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി ഏട്ടത്തി. എന്തൊക്കെയാ ഈ പറയുന്നേ? നിങ്ങളാ വേണ്ടാത്ത എന്തൊക്കെയോ പറയുന്നേ. നിങ്ങൾക്ക് എന്ത് പറ്റി? ഇതുവരെ കുഴപ്പമില്ലായിരുന്നല്ലോ. ദേവിയത് നീ ഒന്ന് പോയി തരാമോ? അല്ലെങ്കിൽ എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നു. ഏട്ടന് ഭ്രാന്ത് പിടിച്ചെന്നോ? ഏട്ടത്തി ഇപ്പൊ ഒന്നും പറയണ്ട. വെറുതെ ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാതെ. ഞാൻ ദേഷ്യപ്പെടുന്നോ? ഞാൻ എന്തിനാ എടുത്തി ദേഷ്യപ്പെടുന്നേ? അത് എടുത്തി ഞാൻ പറയുന്നൊന്നും കേൾക്ക്. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ പറ്റിയത് സുമംഗലിക്ക്? അയ്യോ, അയ്യോ, എന്താ എനിക്കിങ്ങനെ പിമ്പിൾസ് വരുന്നേ? മുഖത്തിന്റെ ഭംഗിയൊക്കെ പോവും. കാർത്തിക, നീ എന്റെ വാച്ച് കണ്ടായിരുന്നോ? നീ എവിടെയാ വച്ചിരിക്കുന്നെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്തു പറ്റിയല്ലേ അമ്മേ? ഞാൻ വാച്ച് എവിടെ വെച്ചത്? തോന്നല, എല്ലാം എന്റെ തോന്നല്. എന്താ ആന്റി, എന്താ ഇങ്ങനെ പിറുപിറുക്കുന്നേ? എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടടി. എന്തു പറ്റി? അത് എനിക്ക് മനസ്സിലാവാത്തത്. ആരോ വിളിക്കും പോലെ തോന്നും, പക്ഷെ ആരും വിളിച്ചിട്ടില്ല. ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കണ്ണിലേക്ക് എത്തുന്നില്ല. സംസാരിക്കുന്ന ആൾക്കാരെ കണ്ണില് കാണുന്നില്ല. ഓ ആന്റി, എന്തൊക്കെ കാര്യങ്ങളായി പുലമ്പുന്നേ? നിനക്കൊന്നും മനസ്സിലായില്ല? മനസ്സിലാവാത്തോണ്ടല്ലേ ചോദിച്ചേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടി. എവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. കുറച്ചു മുന്നേ ഏട്ടൻ എന്നെ വിളിച്ചു. നോക്കിയപ്പോ ബുക്ക് വായിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ അഖില് വിളിച്ചു. നോക്കിയപ്പോ ആരുമില്ല. നീ ഇവിടെ നിൽക്കുന്നത് ഉള്ളതാണോ അതോ അതും എന്റെ തോന്നലാണോ? അയ്യോ, എന്താന്നറിയില്ല. എനിക്കൊന്നും ഞാൻ മനസ്സിലാവും. പോയി ഫേസ് വാഷ് എടുത്തിട്ട് വരാം. കേൾക്കും, പിന്നെ കേൾക്കാതാവും. അത് പിന്നെ ഇവര് പറയുന്നത്. എന്തു പറ്റി ഉണ്ണി? നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? അമ്മൂമ്മയ്ക്ക് ഞങ്ങളൊരു പണിഷ്മെന്റ് കൊടുത്തിരിക്കാ ചെറിയച്ച. എന്ത് പണിഷ്മെന്റാ? മുത്തശ്ശി അമ്മയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ കൊറേ പ്ലാൻ ചെയ്തതല്ലേ ചെറിയച്ച. അതുകൊണ്ട് ഞാനും അമ്മയും ചേർന്ന് അമ്മൂമ്മയെ കൺഫ്യൂസ് ആക്കി വിട്ടു. നല്ല കാര്യം ചെയ്ത ഉണ്ണി. വാ, നമുക്ക് കുറച്ചുകൂടി കളിപ്പിക്കാം. കാർത്തിക് എന്നോട് സംസാരിച്ചോ? ഉണ്ണി. അഖിൽ എന്നെ എന്താ വിളിച്ചു. ചെറിയച്ച? എടാ, നിങ്ങൾ എന്താണോ സംസാരിക്കുന്നേ? എന്താ ഇളമിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? നിന്റെ ചുണ്ട് അനങ്ങുന്ന മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലടാ. ഞങ്ങളിത് ഇത്ര ഉറക്കെ സംസാരിച്ചിട്ടും അമ്മൂമ്മ അത് കേട്ടതേ ഇല്ലേ അമ്മൂമ്മ? ശരി, ഇപ്പൊ സംസാരിക്ക്. നിങ്ങള് സംസാരം ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലടാ. കുറച്ച് ഉറക്കെ സംസാരിക്കേ.
അങ്ങനെയാണെങ്കിൽ ഇളയമ്മയുടെ ചെവി അടിച്ചു പോയെന്നാ തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞ ഞാൻ കേട്ടല്ലോ. അമ്മുമ്മേ നീ അങ്ങോട്ട് നോക്കി, അവിടെ എന്താ ഉള്ളതെന്ന്. അവിടെ എന്താ ഉള്ളത്? എന്താ അവിടെ? എടാ എടാ, നിങ്ങൾ എവിടെയാടാ പോയത്? എടാ, അവിടെ എന്താണ് ഒളിച്ചിരിക്കുന്നത്? പുറത്തേക്ക് വാടാ. എടാ അഖിലേ, വാടാ. ഉണ്ണി, എടാ ഉണ്ണി, വാടാ, വെളിയില് വാടാ. ആന്റി ആന്റി ആരാ? ഉണ്ണി അഖിലും. ഇവിടെ ആരും ഇല്ലല്ലോ. അയ്യോ, അവരിപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നോ? അവരിവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ സംസാരം ഞാൻ കേക്കില്ലായിരുന്നോ? അയ്യോ, എനിക്ക് എന്താ പറ്റിയത് പറ മോളെ. അയ്യോ.